എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ യാത്ര കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലേക്കാണ്. അപ്പോൾ മൺട്രോ തുരുത്തിലെ വിശേഷങ്ങളുമായി ഈ വീഡിയോയിൽ നമ്മൾ കാണാം. ഇന്നത്തെ വള്ളം സഫാരി അല്ലെങ്കിൽ ബോട്ട് സഫാരി നമ്മൾ യാത്ര ആരംഭിക്കുന്നത് പട്ടംതുരുത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ എസ് വളവിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു വള്ളം എടുത്തുകൊണ്ടുള്ള വള്ളം സഫാരി അല്ലെങ്കിൽ ബോട്ട് സഫാരി നമ്മൾ നാളെ രാവിലെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് സൺസെറ്റ് കാണാനുള്ള യാത്രയും നാളെ രാവിലെ നമ്മൾ ചെയ്യുന്നത് ഡേ ലൈഫിലുള്ള യാത്രയുമാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമ്മളുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വള്ളത്തിൽ കയറി യാത്ര ഇങ്ങോട്ട് തുടർന്നു. അപ്പോൾ തന്നെ നമ്മൾ കാണാനായിട്ട് സാധിക്കും, ഇവിടെ നിറച്ച് പരുന്തുകളാണ്. അതായത് നമ്മളുടെ ഈ പോകുന്ന കണ്ടൽക്കാടുകളുടെ സൈഡിലൂടെ എല്ലാം ഇവർ മീൻ കൃഷി നടത്തുന്നുണ്ട്. അതായത് കരിമീൻ, ചെമ്മീൻ, അങ്ങനെയുള്ള കൊഞ്ച് കൃഷി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കരിമീൻ കൃഷി ചെയ്തേക്കുന്ന കെട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് കരിമീനുകളെ വലയുടെ ഉള്ളിൽ നിന്നും അല്ലാതെയൊക്കെ പിടിക്കാനായിട്ടാണ് ഈ കഴുകന്മാർ അല്ലെങ്കിൽ പരുന്തുകൾ ഈ വട്ടമിട്ട് പറക്കുന്നത്. അതുപോലെ ഈ ഇരുവശങ്ങളിലായിട്ട് കാണുന്നത് നിറച്ചും കണ്ടൽ ചെടികളാണ്. നമ്മുടെ വള്ളത്തിലുള്ള അഖിൽ എന്ന് പറഞ്ഞ ചേട്ടൻ ഈ കണ്ടൽക്കാട്ടിലെ വേരുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കരിമീൻ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും അനുയോജ്യമായ വാസസ്ഥലം ഇതാണ്. അത് നമ്മൾ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതുമാണ്. കണ്ടൽക്കാടുകൾ മണ്ണൊലിപ്പ് തടയാനായിട്ടും നമ്മളുടെ പ്രകൃതിയെ തനതായ രീതിയിൽ സൂക്ഷിക്കാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കണ്ടൽ ചെടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും കണ്ടൽ ചെടികൾ കൂട്ടമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വേരുകൾ വളരെ ബലമാണ്. അതായത് ഒരു മരത്തിൻ്റെയൊക്കെ കട്ടി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണേ, വാക്കത്തിയൊക്കെ എടുത്ത് വെട്ടിയാൽ പോലും മുറിയില്ലാത്ത കട്ടിയിലാണ് അതിൻ്റെ വേരുകൾ നിൽക്കുന്നത്. ഇങ്ങനെ രണ്ട് സൈഡിൽ കണ്ടൽക്കാടുകളും കണ്ടൽ ചെടികളുടെ ഇടയിലൂടെ നമ്മളുടെ ബോട്ട് യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഈ കനാല് പോലെയുള്ള ഈ വഴികളുടെ താണ്ടി നമ്മളിനി നേരെ കൃഷ്ണകുടി കായലിലേക്ക് ഇറങ്ങുന്ന സീനാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. നമ്മൾക്ക് കാണാം, നമ്മളുടെ മുമ്പിലായിട്ട് ഒത്തിരി സന്ദർശകർ അവിടെ ഓൾറെഡി വന്ന് യാത്ര ആസ്വദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ വന്ന് ആദ്യമായിട്ട് നമ്മുടെ പാക്കേജിലുണ്ടായിരുന്ന കയാക്കിംഗ് ആണ്. അപ്പോൾ കയാക്കിംഗ് നമ്മൾ കുറച്ച് നേരം കയാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ട് സഫാരിക്കായിട്ട് കയറിയത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, മൺട്രോ തുരുത്തിൽ ഓരോ ദിവസവും ആയിരങ്ങളല്ല വിനോദസഞ്ചാരികളായിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇവിടുത്തെ ലോക്കൽ ബോഡികളായാലും നമ്മളുടെ ടൂറിസം വകുപ്പും സർക്കാരും എല്ലാം ചേർന്ന് അതിതീക്ഷ്ണമായിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഒത്തിരി വൃത്തികേടുകളോ മലിന സാധനങ്ങളോ പ്ലാസ്റ്റിക്കുകളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ എന്താണ് ഒരു പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ന്യൂസിലും മറ്റെല്ലാം കണ്ടതുപോലെ തന്നെ മൺട്രോ തുരുത്ത് ഓരോ ദിവസവും വെള്ളത്തിൻ്റെ അടിയിലോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര നാൾ അല്ല എത്ര വർഷങ്ങൾ ഇനി മൺട്രോ തുരുത്തിലൂടെ കാണും അതുപോലെ തന്നെ നമ്മൾ വള്ളത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, ഈ കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടെ മീനുകളെല്ലാം തുള്ളിച്ചാടുന്നത്. അതായത് സന്ധ്യയാകുമ്പോഴത്തേക്ക് മീനുകളെല്ലാം വായു എടുക്കാനായിട്ട് എന്തോ ഇങ്ങനെ ചാടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ചൂണ്ടയൊക്കെ പിടിക്കാനായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചൂണ്ടയിട്ടും വല വീശിയൊക്കെ മീൻ പിടിക്കും എന്നാണ് നമ്മുടെ വള്ളത്തിലുള്ള ചേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ വള്ളങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ലൈവ് വീഡിയോയും ലൈവ് സ്ട്രീമിങ്ങും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ പോകുന്നത് കാണാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റ് യൂട്യൂബ് വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ തായ്ലാൻഡിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ പാലത്തിൻ്റെ അടിയിലൂടെ ബോട്ട് കടത്തി വിട്ടിട്ട് ബോട്ട് തുഴയുന്ന ആൾ പാലത്തിന് മുകളിലൂടെ ചാടി വന്ന് നമ്മൾ ബോട്ടിൽ കയറുന്ന ഒരു അഡ്വഞ്ചർ പോലെയുള്ള ആക്ടിവിറ്റി നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ മൺട്രോ തുരുത്തിലെ ഒരു പ്രത്യേകതയാണ് ഈ മുമ്പേത്തെ കണ്ട നമ്മുടെ കലുങ്ക്. അതായത് ആ കലുങ്കിൻ്റെ അടിയിലൂടെ നമ്മളുടെ ബോട്ട് കടത്തിക്കൊണ്ട് പോകും. നമ്മൾ തല കുനിച്ച് പിടിച്ച് അതിലൂടെ കടന്നു പോകുന്ന ഒരു വല്ലാത്ത ത്രില്ലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ കാണുന്ന കലുങ്കാണ് ഞാൻ പറഞ്ഞ ആ ലൊക്കേഷൻ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ലക്ഷ്യമാക്കി പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വള്ളവും ആ കലുങ്കും ഏകദേശം ഒരേ ഹൈറ്റ് തന്നെയാണ്. അവിടെ നമ്മൾ വള്ളത്തിൽ കുനിഞ്ഞിരുന്ന് ഈ കാണുന്ന പോലെയൊക്കെ തല താഴ്ത്തി വെച്ചുകൊണ്ട് വേണം നമ്മൾ പോകാനായിട്ട്. വള്ളത്തിൻ്റെ ഹൈറ്റും ആ കലുങ്കിൻ്റെ ഉയരവും നിങ്ങൾ നോക്കുക.
അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന വള്ളത്തിന് ഏകദേശം 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ചിലവാകുമെന്നാണ് വള്ളത്തിലുള്ള ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു വള്ളം അവർ പണിതിറക്കുമ്പോൾ 15 വർഷമാണ് അതിന് കാലാവധി. അപ്പോൾ അതിൽ 8 പേർക്ക്, മാക്സിമം 8 പേർക്കാണ് അവർ യാത്ര ചെയ്യാനായിട്ട് സൗകര്യം അനുവദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു വള്ളസവാരിയായിട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസായിട്ട് വിളിച്ച് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിൽ ഒട്ടനവധി യൂട്യൂബ് ചാനലുകളിൽ ഇവർ 100 രൂപ, 500 രൂപ, 1000 രൂപ കൈ കൊള്ളാതെ നിങ്ങൾക്ക് സവാരി നടത്താം, ചീപ്പായിട്ട് സവാരി നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നമ്പറുകളിലും കൊടുത്തിരിക്കുന്നത് കാണാം. ആ നമ്പറിലൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തേക്കുന്ന റേറ്റൊന്നുമല്ല അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കാണാനായിട്ട് വരുമ്പോൾ ഈ ചതിക്കുഴികൾ വീഴാതിരിക്കാനായിട്ട് വിളിച്ച് റേറ്റും മാക്സിമം എത്ര ആൾക്കാർക്ക് പോകാനായിട്ട് പറ്റും, അതുപോലെ പെർ ഹെഡ് ആണോ റേറ്റ്, ഫുൾ വള്ളത്തിനാണോ റേറ്റ്, അതുപോലെ എത്ര മണിക്കൂർ കാണും, എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സ്ഥിരപ്പെടുത്തി പറ്റുമെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് റെക്കോർഡും കൂടെ എടുത്തുകൊണ്ട് ഇവിടെ വരാനായിട്ട് സാധിക്കുക. കാരണം എല്ലാത്തിലും 2 സൈഡുണ്ടെന്ന് പറയുന്നത് പോലെ, ഒരു നാണയത്തിന് 2 സൈഡുണ്ടെന്ന് പോലെ പറയുന്നത് പോലെ തന്നെ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ടൂറിസം ഒരു അന്നമാണ്, അല്ല അവരുടെ ഡെയിലി ഒരു വരുമാനമാണ്. എന്നാൽ അതിനെ അങ്ങനെ അല്ലാതെ മുതലാക്കാനായിട്ടുള്ള പല വഴികളും ആൾക്കാർ നോക്കുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ എടുത്തു പറഞ്ഞത്. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിളിച്ച് ബുക്കിംഗ് എടുത്ത് അങ്ങനെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതല്ലാത്തവർ ഡയറക്റ്റ് ഇവിടെ വന്നാൽ, അതായത് രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് വന്നാൽ നമ്മൾക്ക് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന വള്ളവും ഇവിടെയുണ്ട്. അവിടെ നമ്മൾ ആളുടെ എണ്ണം അനുസരിച്ച് എത്ര പേരാണോ, അത് ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ 2-3 വള്ളത്തിലായിട്ട് നമ്മൾക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പെർ ഹെഡ് റേറ്റ് കൊടുത്തിട്ട് അത് വള്ളത്തിൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതെല്ലാം നിങ്ങൾക്ക് സൺസെറ്റും വേറെ എക്സ്ട്രാ ആക്ടിവിറ്റിയും ഒക്കെ എടുത്താണ് ബുക്ക് ചെയ്യണമെങ്കിൽ പ്രൈവറ്റിൽ നിങ്ങൾക്കിങ്ങനെ ബുക്ക് ചെയ്യാം. പക്ഷേ എങ്കിൽ റേറ്റ് നിങ്ങൾ കൺഫേം ആക്കണം. അതുപോലെ തന്നെ ഈ വള്ള സഫാരി മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. ഷിക്കാരി ബോട്ടുകളുണ്ട്, കൊട്ടവഞ്ചി സവാരിയുണ്ട്, കയാക്കിംഗ് ഉണ്ട്, മറ്റു ടൈപ്പിലുള്ള ബോട്ടുകളുണ്ട്. ഞങ്ങളും കയാക്ക് എടുത്തിട്ട് സവാരി ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പാണ് ഇവിടെ ആഡ് ചെയ്തത്. കയാക്കിംഗ് വളരെ നല്ലൊരു വ്യായാമവും അതിനോടൊപ്പം തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ. നമ്മളുടെ സ്ട്രെങ്ത് എടുത്ത് തുഴഞ്ഞ് നമ്മൾ പോവുക എന്ന് പറയുമ്പോഴത്തേക്കൊരു വ്യത്യസ്തമായ ഒരു അനുഭൂതിയാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്രയിൽ ഈ ഇടയ്ക്ക് വില്ലനായി മഴ പെയ്തു. നല്ല അടിപൊളി മഴയായിരുന്നത് കൊണ്ട് ആ യാത്ര അവിടെ കൊണ്ട് നിർത്തി. ഇനി അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ എസ് വളവിൽ നിന്ന് വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ എസ് വളവിലെത്തി. ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ അല്ല, ടൂറിസം വകുപ്പിൻ്റെ ബോട്ട് എടുത്തിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അതായിരുന്നു രാത്രിയിലെ യാത്രയെങ്കിൽ ഇനി പകൽ സമയത്തുള്ള യാത്ര. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വെള്ളമൊക്കെ നല്ല തിളച്ച് മറിയുന്ന രീതിയിലാണ് അന്തരീക്ഷം. നല്ല ചൂടാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചൂടൊന്നുമില്ല, കുടയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അടിപൊളിയായിട്ട് വള്ളത്തിലിരുന്ന് റൈഡ് ആസ്വദിക്കാം, പ്രകൃതിയും ആസ്വദിക്കാം. പക്ഷേ പകലാകുമ്പോൾ തിരിച്ചും വ്യത്യസ്തമാണ്. കുട അല്ലെങ്കിൽ തൊപ്പി, ഈ സാധനങ്ങളെല്ലാം വേണം. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ ആവശ്യത്തിന് കുടിക്കാനായിട്ടുള്ള വെള്ളം കരുതണം. കാരണം ഈ യാത്രയെല്ലാം പോയി ഇതിൻ്റെ എൻഡ് പോയിൻ്റ് ഡെസ്റ്റിനേഷൻ ആവുന്ന അവിടെ മാത്രമേ ഒരു സർബത്ത് കട അല്ലെങ്കിൽ ഒരു വെള്ളം കിട്ടുന്ന ഒരു കടയുള്ളൂ. അതൊരു ഡ്രോബാക്കാണ്. കണ്ടോ, ഈ വള്ളത്തിൽ പോകുന്ന എല്ലാവരും ഇതുപോലെ നമ്മൾ കുടയൊക്കെ ചൂടി പോകുന്നത് കാണാം. ഇതാണ് പകൽ പോകുമ്പോഴത്തേക്കുള്ള ഡ്രോബാക്സ്. സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നമൊന്നുമില്ല, നമ്മൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. പക്ഷേ നല്ല കാറ്റായിരിക്കും, അതുപോലെ തന്നെ ഇടയ്ക്ക് മഴ പെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. അത് സൺസെറ്റിൻ്റെ ഒരു ഡ്രോബാക്കാണ്. എന്നാൽ പകലത്തെ ഈ ചുട്ടുപൊള്ളുന്ന ചൂടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ക്ലിപ്പ് ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പതുക്കെ കാണണം. ഒരു വള്ളത്തേൽ ഒരു ഫാമിലി അല്ലെങ്കിൽ 2 ഫാമിലിയിലെ ആൾക്കാർ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് ടൂറിസം വകുപ്പിൻ്റെ ആൾ, അതായത് പച്ച ഷർട്ട് ഇട്ടേക്കുന്നവരാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരാണ് വള്ളം തുഴയുന്നത്. അതിലവർ ഒരു കുഞ്ഞു കൊച്ചിനെ, അതായത് വള്ളത്തിൽ തിരിഞ്ഞിരുന്ന് കാല് പുറത്തോട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു കുഞ്ഞു കൊച്ചിനെ മുക്കുന്നതും പൊക്കുന്നതും കാണാനായിട്ട് സാധിക്കും.
അവരുടെ കയ്യിൽ സേഫ്റ്റി ജാക്കറ്റ് ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരു ടൂറിസം കേന്ദ്രത്തിലൂടെ പോകുന്നത് നല്ലതാണോ? ആവശ്യമില്ലാത്ത ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം നമ്മൾക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതാരുടെ തെറ്റാണ്? ആ യാത്ര ചെയ്യുന്നവരുടെ ആണോ? ടൂറിസം വകുപ്പിൻ്റെ ആണോ? ആ വള്ളം തുഴയുന്ന ചേട്ടൻ്റെ ആണോ? ആരുടേതാണ്? അപ്പോൾ ഈ കണ്ടതാണ് മൺട്രോത്തുരുത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർച്ച്. അതായത് 2-3 കണ്ടൽ കൂട്ടത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെയുള്ള സാധനം. എല്ലാവരും വരുന്നത് ഇതിൻ്റെ മുമ്പിൽ നിന്ന് വീഡിയോ എടുക്കാനും ഇതിലൂടെ ഈ വള്ളം കയറി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാനും. അതുപോലെ തന്നെ മൺട്രോത്തുരുത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വാഹനങ്ങളിലോ റെയിൽവേ സ്റ്റേഷൻ, അതായത് ട്രെയിൻ വഴിയോ അതുപോലെ തന്നെ നമ്മളുടെ ബസ് വഴിയോ വരാം. അതായത് പെരുമൺ വന്നിട്ട് അവിടെ പാലം ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. ജങ്കാർ സർവീസ് അവിടെ നിന്നുണ്ട്. അതുപോലെ തന്നെ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വണ്ടി പിടിച്ചായാലും മൺട്രോത്തുരുത്തിലോട്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളിൽ വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എസ് വളവിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ഈ ഫെസിലിറ്റി യൂസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളത് അവിടെ ബുക്ക് ചെയ്താൽ അവർ പറയുന്ന ലൊക്കേഷനിൽ വന്നിട്ട് അവിടെ നിന്ന് ബോട്ട് സർവീസ് എടുത്തിട്ടായാലും ഈ സഫാരിയും മൺട്രോത്തുരുത്തും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.